അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മളിത് വീട്ടിലുള്ള സാധാരണ എപ്പോഴും കാണുന്ന സാധനം കൊണ്ട് നമുക്കിത് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് മിക്സിയുടെ ജാർ എടുക്കുക. ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പീസ് ഇഞ്ചി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്തെടുത്ത വെള്ളക്കടല. അപ്പോൾ ഞാനിത് രാവിലെ കുതിരാനായിട്ട് വെച്ചു. വൈകിട്ടാകുമ്പോൾ നമുക്കിത് കുതിർന്ന് കിട്ടും നല്ലപോലെ. അപ്പോൾ ആ കടല കഴുകി വൃത്തിയാക്കി അതും എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നല്ല പേസ്റ്റായിട്ടല്ല അരച്ചേക്കണേ, ചെറിയ രീതിയിലൊന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കടലയുടെ കൂടെ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം കൂടെ ചേർത്ത് അതും ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സവാള സ്ലൈസായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 2 തണ്ട് കറി ലീഫും കൂടെ ആവശ്യമായിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞത്, രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരല്പം കായവും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് കായം മതിയാവും. ഒരു പിഞ്ചോളം കായം ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി ഉപ്പും സവാളയും മല്ലിയിലയും എല്ലാ ഭാഗത്തും കിട്ടത്തക്ക രീതിയിൽ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം ഉരുട്ടിയെടുത്തതിന് ശേഷമാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാന്നൊരു ലൈക്കും ഹൈപ്പും തരാൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൂടി തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ എണ്ണ നല്ലപോലെ തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ പുറം കരിഞ്ഞു പോകും, അകത്ത് വേകാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ബലം പ്രയോഗിച്ച് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പൊട്ടിപ്പോകത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഇട്ടതെല്ലാം നല്ലപോലെ പരുവത്തിന് മുരിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. വളരെ ഈസി അല്ലേ, നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഒന്നിട്ട് ഒരു മിനിറ്റൊക്കെ ഒന്ന് കഴിയുമ്പോഴത്തേനും ഇതുപോലെ ഒന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കാണാൻ തന്നെ നല്ല രസമല്ലേ. മക്കളൊക്കെ ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് ഇത് കഴിക്കാൻ തോന്നും. വലിയവർക്കും ഇത് അതുപോലെ തന്നെ കേട്ടോ. ആർക്ക് വേണമെങ്കിലും വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സ്. അപ്പോൾ എല്ലാം ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാകുന്നത്.